ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ മട്ടൻ കൊണ്ടൊരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കാൻ പോവാണേ. അതെങ്ങനെയാന്ന് കാണിച്ചു തരാം. ഓക്കെ, മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നന്നായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാവേ. അതിലേക്ക് നമുക്ക് സവോള അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാവേ. തക്കാളി അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാവേ. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവേ. പപ്പരിക്കയാണ്, അതും കുറച്ചിട്ട് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പൊടിച്ചു വെച്ചേക്കുന്ന ഗരം മസാലയാണ്, അതിട്ട് കൊടുക്കാവേ. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയിലയും ഇട്ട് കൊടുക്കാവേ. ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. പിന്നെ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മോരായിട്ടുള്ളതാണ്. നമുക്കിത് നന്നായിട്ട് കൈയിട്ട് നന്നായിട്ട് ഞെരടി തേച്ച് പിടിപ്പിക്കണം. കയ്യിൽ ഒരു മുറിവുള്ളതുകൊണ്ടാണ് ഗ്ലൗസ് ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ പാചകം ചെയ്യുന്നതിന് ഗ്ലൗസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് ഞാൻ തേച്ച് നന്നായിട്ട് പരത്തിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയൻ ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ഫ്രൈഡ് ഒനിയനാണ്. ഇതിട്ട് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് തേച്ച് പരത്തി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതെ, ഞാൻ 2 ബേ ലീവ്സ് കൂടെ ചുമ്മാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് ഒരു ഏകദേശം ഇപ്പം 3/4 മണിക്കൂറോളം ആയി കേട്ടോ. ഇനി നമുക്ക് കുക്കറിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാവേ. കുറച്ച് വെള്ളമോടെ ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാം കേട്ടോ. അതെ, നമ്മുടെ മട്ടനൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. പാത്രം ചൂടാണേ. അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി നെയ്യ് എടുത്തിട്ട് എല്ലായിടത്തൊന്നും ആക്കി കൊടുക്കാവേ. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവേ. അതിനിവിടെ നമ്മുടെ ബിരിയാണി റൈസ് നന്നായിട്ട് വെന്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുകൂടെ ഇട്ട് നമുക്ക് കൊടുക്കാവേ. ഒരു ലെയർ ചോറ് ഇട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഇതൊരു കളറിന് വേണ്ടി ഞാൻ പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കി വെച്ചേക്കുന്നതാണ്, അത് നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാവേ. കുറച്ചൊരു പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാവേ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇല അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തതുണ്ട്. ഇത് റൈസിൻസ് അല്ല, ഇതിന് പകരം ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ കാൻബെറീസ് ആണ്. കാൻബെറീസ് ഡ്രൈ ചെയ്തതാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കാവേ കുറച്ച്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഫ്രൈഡ് ഒനിയൻ ആണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ലെയറായിട്ട് നമ്മുടെ മട്ടനെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മട്ടൻ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചോറിട്ട് അങ്ങനെ ലെയറായിട്ട് എടുക്കാവേ. ഇത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ദം ചെയ്തെടുക്കാം. ഓക്കെ, അതെ, അപ്പം നമ്മൾ ദം ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിരുന്നു. ദം ചെയ്യാൻ വേണ്ടി എനിക്ക് വേറെ കല്ലൊക്കെ വെക്കാൻ ഈ കല്ലെടുത്ത് മോളി വെച്ചതാ കേട്ടോ. നമുക്കിതെടുത്ത് മാറ്റി നമുക്ക് തുറന്ന് നോക്കാം എന്തായി നമ്മുടെ മട്ടൻ സ്പെഷ്യൽ. ഓക്കെ ഓക്കെ, നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇനി ആവിയൊക്കെ പൊങ്ങി നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, മട്ടൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനായി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാലഡ് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഇത് സ്പെഷ്യലാണ് കേട്ടോ. ഇത് പൈനാപ്പിൾ അച്ചാറാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടിയവർ ചോദിച്ചാൽ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. അതെ, ഞങ്ങൾ ഇന്ന് മട്ടൻ സ്പെഷ്യൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണേ. ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. മട്ടൻ പീസൊക്കെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതും കുറച്ച് നമ്മുടെ സാലഡും പിന്നെ കുറച്ച് പൈനാപ്പിൾ അച്ചാറും ഇവിടെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വെച്ച് ഇതാ ഇങ്ങനെ ഒന്നും പറയാനില്ല, സൂപ്പറാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.